ചേച്ചി എന്താ? ശോ, എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണോന്ന് എനിക്കറിയില്ല ചേച്ചി. എനിക്ക് വാക്കുകളില്ല. അല്ല, ആ പത്രത്തിൽ വന്ന പരസ്യം ശ്രദ്ധിച്ചായിരുന്നോ? AK ഹെർബൽ പ്രോഡക്ട്സ് നമ്മുടെ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ എല്ലാം പിടിക്കാനാ ഇത്രയും ലാഭവിഹിതം കുറയ്ക്കുമെന്ന് പരസ്യം ചെയ്തിരിക്കുന്നേ. ഇത് അവനെ കൊണ്ട് അവള് ചെയ്യിപ്പിക്കുന്നത്. തോൽക്കാൻ പോകുന്നത് ആരാണെന്ന് നോക്കാമെന്ന അർത്ഥത്തിലാ അന്ന് അവള് ചേച്ചിയെ വെല്ലുവിളിച്ചിട്ട് പോയത്. അതെ, നാളെ രാവിലെ 10 മണിക്ക് മാർക്കറ്റിംഗ് മാനേജർമാരെയും മാർക്കറ്റിംഗ് സെക്ഷനിലെ പ്രധാന ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മീറ്റിംഗ്. അതെ, ഷാർപ്പ് 10 o'clock. ഓക്കെ. ഞാൻ മീറ്റിംഗിനെത്തുമ്പോൾ ഹെർബൽ പ്രോഡക്ട്സിന്റെ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ അഭിപ്രായ സർവേ നടത്തിയതിന്റെ ഫയൽ ഉണ്ടാവണം എന്റെ ടേബിളിൽ. ഓക്കെ? അതിന്റെ ഇടയിൽ ഒരു നശിച്ച ഫോണും. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞില്ലേ? നീ എന്തിനാ നിൽക്കുന്നേ? എന്നാലും അവൻ ചേച്ചിയോട് ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. പ്രാണനേക്കാൾ ഉപരി സ്വന്തം മകനെ സ്നേഹിച്ച ഒരമ്മയോടാ അവന്റെ ഈ മത്സരം. എങ്ങനെ സഹിക്കും? അവന്റെ കാല് വെട്ടുകത്തിയിൽ ചവിട്ടാൻ പോയപ്പോ ചേച്ചിയുടെ വെപ്രാളൊക്കെ ഞാൻ കണ്ടതാ. ഇങ്ങനെ മക്കളെ സ്നേഹിക്കുന്ന ഒരമ്മയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അവനൊന്നും ആലോചിക്കാത്തത് എന്താ ചേച്ചി? ഇപ്പോഴും ചേച്ചി ആ കമ്പനിക്ക് ഇട്ടിരിക്കുന്ന പേര് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നല്ലേ? ചേച്ചിക്ക് വേണമെങ്കിൽ ആ പേര് മാറ്റിക്കൂടായിരുന്നോ? പിന്നെ ചേച്ചിയുടെ സ്ഥാനത്ത് ലോകത്ത് ഏത് സ്ത്രീയാണെങ്കിലും അത് ചെയ്തേനെ. ഇതൊക്കെ എത്രയാന്ന് വെച്ചാ സഹിക്കുന്ന ചേച്ചി. ചേച്ചിയുടെ മനസ്സ് കല്ലും മരവും കൊണ്ടുണ്ടാക്കിയതൊന്നും അല്ലല്ലോ, മനുഷ്യജന്മം അല്ലേ? ഹൃദയമൊക്കെ തകർന്നു വീണു പോവില്ലേ? ചേച്ചി, ഞാൻ പണ്ട് മുതലേ പറയാറില്ലേ, അവള് ചില്ലറക്കാരിയല്ല, പോരെങ്കി ഇപ്പൊ പുതുമോടിയും കൂടിയല്ലേ. അവൾ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും. പിന്നെ ചേച്ചിക്കും തെറ്റൊക്കെ പറ്റി. വിശ്വസ്തന്റെ മകളാണ്, പാവമാണ് എന്നൊക്കെ കരുതി അർഹതയില്ലാത്ത ഇവളെയൊക്കെ പൊക്കി ആദ്യമേ അങ്ങ് തലയിൽ കയറ്റി വെച്ചു. അന്ന് മുതലേ ഞാൻ ഇതിനൊക്കെ എതിരായിരുന്നു. എനിക്കിവളെ കാണുന്നതേ ചതുർത്ഥിയ. അല്ല, ചേച്ചി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പൂർണ്ണ ആരോഗ്യവാനായ ഒരു ചെറുക്കനെ കൊണ്ടുപോയി അവനെ കണ്ണുപൊട്ടനാക്കി. അവക്കിപ്പോ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ പൂട്ടിക്കണോത്രേ. വിഷമാണ് ചേച്ചി, അവള് കൊടും വിഷം. ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്ത് കാര്യം? അയ്യോ, കുടുംബമൊക്കെ തൊലച്ചില്ലേ? വിട്ടുകൊടുക്കരുത് ചേച്ചി, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. കമ്പനി നടത്തുന്നത് ആ കല്യാണിയാ. ആ കമ്പനി പൂട്ടിക്കണം. അവനും അവളും കൂടി. അയ്യോ ശിവരാമേട്ടൻ, ഒരു കുടുംബത്തിനുള്ളിൽ ഏഷണിയും പരദൂഷണം പറഞ്ഞു വരുത്തി തമ്മിൽ തെളിച്ച് മതിയായില്ലേ നിനക്ക്? ഇങ്ങനെ ചെയ്യുന്നോണ്ട് നീ എന്താ നേടുന്നത്?
അമ്മയുടെ മകന്റെ തകർച്ച കണ്ട് കൈകൊട്ടി ചിരിക്കാണ്. അതോ ഈ കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കി അവശേഷിക്കുന്നതെല്ലാം സ്വന്തമാക്കാൻ? വിലാസിന് നീ ഒരു അമ്മയല്ലേ? കുടുംബത്തിലെ അസ്വാരസ്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതല്ലേ വിലാസിന് നീ? അതിനു പകരം അവസരം നോക്കിയിരുന്നു ഓരോരുത്തരുടെ കാതിലും ഓരോന്ന് പറഞ്ഞുകൂട്ടി എല്ലാവരെയും പരസ്പരം ശത്രുക്കളാക്കി മാറ്റുകയാണ് നീ. എന്ത് ജന്മമാ വിലാസിനെ നിന്റെ? ആ, ഞാൻ പറഞ്ഞതും പറയുന്നതും കേൾക്കാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാ ഇവിടെ നടക്കുന്നേ. ഈശ്വര, ഇതിപ്പോ എല്ലാ കുറ്റവും കൂടി എന്റെ തലയിൽ വെക്കാൻ നോക്കണ്ട ശിവരാമേട്ട. കണ്ടില്ലേ, കണ്ടു നിൽക്കുന്നവർക്കും ഊട്ടിപ്പിടിക്കുന്നവർക്കും ഇതൊരു ഉത്സവകാലമാണ്. അവരാഘോഷിക്കുകയല്ലേ? അവരെ ഉത്സവം ആഘോഷിക്കുന്നത് നിന്റെ മകന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണെന്നുള്ള സത്യം നീ ഓർക്കണമില്ല. ഇവിടെ എന്റെ നെഞ്ചത്ത് ചവിട്ടി ഉത്സവം ആഘോഷിക്കുന്നത് എന്റെ മകനാ. സ്വന്തം രക്തത്തിൽ പറഞ്ഞ മക്കൾ അച്ഛന്റെ അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയാണെങ്കിലും ചുവട് ഉറപ്പിക്കുന്നത് കാണുമ്പോൾ ജന്മം നൽകിയവർക്ക് സന്തോഷം തോന്നാറാണ് പതിവ്. തൃച്ചംബരത്ത് ആ പതിവും തെറ്റുന്നു. എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവരോട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. വിട്ടുവീഴ്ച കാണിക്കണ്ടെങ്കിൽ നിന്റെ വാശി തന്നെ ജയിക്കട്ടെ. അമ്മയും മകനും തമ്മിൽ നടക്കട്ടെ യുദ്ധം. തൃച്ചംബരത്ത് ഈ യുദ്ധം ഇടക്കാലത്ത് തുടങ്ങിയതാ. അച്ഛനും മക്കളും മരുമക്കളും ഒക്കെ എന്നും ഒരു ചേരിയിൽ. ഞാനെന്നും നിങ്ങളുടെ ശത്രുപക്ഷത്ത്. എന്നും ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഒരു പ്രതിനായികയായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ഒരു ശരിയുണ്ട്. ആ ശരി നടപ്പാക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ആയിക്കോ അഖില, ആയിക്കോ. പക്ഷേ ഇവിടെ ആരും കേൾക്കാതെ പോകുന്നതും തിരിച്ചറിയാതെ പോകുന്നതും നേറിപ്പോകുന്ന മനസ്സുമായി നടക്കുന്ന ഒരച്ഛന്റെ ആത്മനമ്പരമാണ്. ഭാര്യയും മകനും ആയുധമെടുത്ത് പരസ്പരം വെട്ടുമ്പോ അതിന്റെ മുറിവേൽക്കുന്നത് എന്റെ ഈ ഹൃദയത്തിലാണെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. കൃഷ്ണേട്ടാ, നിന്നോട് എനിക്കൊരു അപേക്ഷ ഉണ്ടാക്കില്ല. വാർദ്ധക്യകാലത്ത് താങ്ങായി മാറേണ്ട മകൻ ഇരുളിത്തപ്പുന്നത് കാണേണ്ടി വന്ന ഒരു അച്ഛനാണ് ഞാൻ. ഇനി അവൻ തെരുവോരത്ത് പിച്ചു തണ്ടുന്നത് കാണാനുള്ള ഒരവസ്ഥയും കൂടെ ഉണ്ടാക്കരുത് നീ. കല്യാണി, കല്യാണി, വല്യുഞ്ഞേ. എന്താ കല്യാണി വൈകിയത്? എവിടെ മൊബൈൽ എവിടെ? വല്യുഞ്ഞേ, ഇതൊക്കെ വേണോ? വേണം കല്യാണി. മാർക്കറ്റിങ്ങിന് പരസ്യം ഒരു പ്രധാന ഘടകമാണ്. എന്നാലും വല്യുഞ്ഞേ, നീ റെഡിയായില്ലേ? നല്ല കളറുള്ള സാരിയല്ലേ എടുത്തിരിക്കുന്നേ? അതെ. ആ, അല്ല, നിന്റെ ചങ്ങാതിയും കൂടെ കൂട്ടിയിട്ടില്ലേ? ഉണ്ട്. ഇന്നലെ കാണാപ്പാടം പഠിച്ചതൊന്നും മറന്നുപോയിട്ടില്ലല്ലോ? ഏയ് ഇല്ല. ആ, എന്നാ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. കല്യാണി, നീ ഈ മൊബൈലിലെ വീഡിയോ റെക്കോർഡിംഗ് ഒന്ന് ഓണാക്കി തന്നെ. ഇതാണോ കല്യാണി കറക്റ്റ് പൊസിഷൻ? അതെ വല്യുഞ്ഞേ. അപ്പൊ ശരി, തുടങ്ങിക്കോ.
കാലം മാറി. വസന്തം കൂടുകൂട്ടുന്ന ചെമ്പരത്തിക്കൂട്ടിലൊരുക്കിയ AK ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സ്. മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറഞ്ഞ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങിയും പൂർണ്ണചന്ദ്രനെ പോലെ പ്രശോഭിതവുമായിരിക്കണം നമ്മുടെ മുഖം. ആ ശോഭ കൈവരിക്കാൻ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്നു AK ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സ്. ഓ, വലിഞ്ഞേ കഴിഞ്ഞു. ആ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കല്ലേണി. നോക്കല്ലേണി. കാലം മാറി. വസന്തം കൂടുകൂട്ടുന്ന ചെമ്പരത്തിക്കൂട്ടിലൊരുക്കിയ AK ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സ്. നന്നായിട്ടില്ലേ കല്യാണി? മനസ്സിന്റെ കണ്ണാടി എന്ന് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ളതാ. പൂർണ്ണചന്ദ്രനെ പോലെ പ്രശോഭിതവുമായിരിക്കണം. എന്റെ മുഖമൊന്നും മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, അനിയങ്കൂട്ടം മാർക്കറ്റിൽ നിന്ന് വരട്ടെ, എന്നിട്ട് മതി ഷൂട്ട്. സാരമില്ല കല്യാണി, നമുക്ക് ആ ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാം. നീ അതിലെ ആ ഫ്രണ്ട് ക്യാമറ ഓണാക്കിത്താ. ഓണാക്കി വല്ലുഞ്ഞേ. ഇപ്പോ നിനക്ക് നിന്നെ കാണാമല്ലോ. കാണാം. എന്നാ ഇതാ. ഇനി പോയി പഴയ പൊസിഷനിൽ നിൽക്കുക കല്യാണി. ഇപ്പോ നിനക്ക് നിന്നെ കാണാമല്ലോ. കാണാം വല്ലുഞ്ഞേ. ക്യാമറയെ നോക്കി തന്നെ പറയണേ. എന്താ കല്യാണി, എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല വല്ലുഞ്ഞേ. എന്നാ തുടങ്ങിക്കോ. ആക്ഷൻ. കാലം മാറി. വസന്തം കൂടുകൂട്ടുന്ന ചെമ്പരത്തിക്കൂട്ടിലൊരുക്കിയ AK ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സ്. മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങിയും പൂർണ്ണചന്ദ്രനെ പോലെ പ്രശോഭിതവുമായിരിക്കണം നമ്മുടെ മുഖം. ആ ശോഭ കൈവരിക്കാൻ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്നു AK ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സ്. കഴിഞ്ഞു വല്ലുഞ്ഞേ. ഒന്ന് പ്ലേ നോക്കല്ലേണി. കാലം മാറി. വസന്തം കൂടുകൂട്ടുന്ന ചെമ്പരത്തിക്കൂട്ടിലൊരുക്കിയ AK ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സ്. നന്നായിട്ടുണ്ടോ? എനിക്ക് കാണാൻ വയ്യാത്തോണ്ട അല്ലെങ്കിൽ. നന്നായിട്ടുണ്ട് വല്ലുഞ്ഞേ. കല്യാണി, നീ ഇന്ന് ഇന്ത്യയിലെ മികച്ച ബ്രാൻഡ് അംബാസിഡർമാരിൽ ഒരാളാ. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത നിന്റെ വീഡിയോയ്ക്ക് ഒരുപാട് റീച്ച് കിട്ടും. ഇങ്ങെടുക്ക, അനിയൻകുട്ടൻ വന്നിട്ട് നമുക്ക് അവനെ കൊണ്ട് അപ്ലോഡ് ചെയ്യിപ്പിക്കാം. അയ്യോ, ഇത് അനിയൻകുട്ടനെ കൊണ്ടൊന്നും ചെയ്യിക്കണ്ട വല്ലുഞ്ഞേ. എനിക്ക് നാണോ. വല്ലുഞ്ഞ് പറഞ്ഞു തന്നാ മതി, ഞാൻ ചെയ്തോളാം. ശരി കല്യാണി, ആദ്യം നീ ആ മൊബൈലില് യൂട്യൂബ് എടുക്ക. അടുത്തോ? ആ, അതിന്റെ താഴെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ടോ നോക്കിയേ, ഒരു അധിക ചിഹ്നം. അതിലമർത്ത്. കണ്ടു. ആ, അപ്പോ മുകളിലേക്ക് ഒരു ആരോ ചിഹ്നത്തിൽ അപ്ലോഡ് വീഡിയോ എന്ന് എഴുതിയിരിക്കും. അതിലൊന്ന് അമർത്ത്. ആരോ ചിഹ്നത്തിലല്ലേ? ആ, ഇപ്പോ അപ്ലോഡ് ആവുന്നില്ലേ? ആയി വല്ലുഞ്ഞേ. ഓരോ കമ്പനികൾ കോടികൾ മുതൽ മുടക്കി ചെയ്യുന്ന പരസ്യ നമ്മൾ ഒരു മുതൽ മുടക്കും ഇല്ലാതെ ചെയ്തത്. ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഏതെങ്കിലും കമ്പനിക്ക് പിടിച്ചു നിൽക്കാനാവോ പ്രിയങ്കെ? ബിസിനസിന്റെ അർത്ഥം ലാഭം നേടുക എന്നുള്ളതാണ്. ബിസിനസ് ഒരു ചാരിറ്റബിൾ പ്രവർത്തനമൊന്നും അല്ലല്ലോ. ഇത് കൂട്ടിക്കെട്ടാനുള്ള പണിയാ. വിനാശകാല വിപരീത ബുദ്ധി. അതാരാ പ്രിയങ്കെ? വർമ്മയെങ്കിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. ചെല്ല. ആന്റിയോ? ആ, കേറി വാ.
ആന്റി, അത്ഭുതം തന്നെ. തൃച്ചംബരത്തെ കാര്യങ്ങൾ എപ്പോ സംസാരിച്ചു തുടങ്ങുന്നോ ഉടനെ ആന്റിയുടെ കോൾ അല്ലെങ്കിൽ ആന്റിയുടെ സാന്നിധ്യം. അതാ അച്ചട്ട. അല്ല, നാഗമടത്ത് ഗംഗയ്ക്കും പ്രിയങ്കയ്ക്കും തൃച്ചംബരത്തുകാരുടെ കാര്യമല്ലാതെ വേറെന്താ മാറ്റർ? ഒരർത്ഥത്തിൽ അത് ശരി തന്നെയാണ് ആന്റി. ജീവിത ലക്ഷ്യം തന്നെ തൃച്ചംബരത്തിന്റെ പതനമാണല്ലോ. അല്ല ആന്റി, തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണൻ തുടങ്ങിയ AK ഹെർബൽ ബ്യൂട്ടി കമ്പനി ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് ഇന്ന് വരെ ഇല്ലാത്ത ഏറ്റവും വലിയ ലാഭവിഹിതത്തിൽ പ്രോഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കാൻ പോവാണല്ലോ. അയ്യോ, അതെ അതെ. ദേ, ഒരു ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ പേരിൽ കമ്പനിക്ക് ലാഭം വെറും 2 രൂപ. ഇതിനേക്കാളും നല്ലതേ അവൻ ഏതെങ്കിലും അമ്പലത്തിൽ പോയി തോർത്ത് വിരിച്ചിരുന്ന ഇതിനേക്കാളും പൈസ കിട്ടിയേനെ. അതെ ആന്റി, സുമുഖനായ അന്ധനായതുകൊണ്ട് ചിലപ്പോ അതിലും വലിയ നോട്ടുകൾ ഇട്ടെന്ന് വരും. അതെ, അങ്ങനെ അങ്ങ് ചിരിച്ച് തള്ളണ്ട ആന്റി. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബിസിനസ്മാനുള്ള അവാർഡ് വാങ്ങിയവനാ ആനന്ദ്. ഊഹക്കച്ചവടത്തിലും മാർക്കറ്റിംഗിലും വിസ്മയം തീർത്തിട്ടുള്ള യങ് ബിസിനസ് മാഗ്നറ്റ്. ചെറിയ ലാഭം നേടിക്കൊണ്ട് മാർക്കറ്റ് പിടിച്ചടക്കാനുള്ള അവന്റെ ചാണക്യ തന്ത്രമാണിതെങ്കിലോ? ആണ്, അത് തന്നെയാണ് അവന്റെ ലക്ഷ്യം. പ്രിയങ്കേ, അവന്റെ മുമ്പിൽ നിമിഷങ്ങൾ കൊണ്ട് മാറി മറിയുന്ന ബിസിനസ് വിപണിയൊന്നും അവന് കാണാൻ കഴിയില്ല. മണത്തറിയാനും പറ്റില്ലല്ലോ. പിന്നെ അവനെന്താ ചെയ്യാ? ആന്റി, ആന്റിക്ക് അവിടെയും തെറ്റി. ഈ പൃഥ്വിരാജ് ചൗഹാനെ പറ്റി കേട്ടിട്ടുണ്ടോ? വീരശൂര പരാക്രമിയായ പൃഥ്വിരാജ് ചൗഹാന്റെ കണ്ണുകൾ രണ്ടും ശത്രുക്കൾ ചൂഴ്ന്നെടുത്തോണ്ട് പോയപ്പോഴും ശബ്ദം മാത്രം കേട്ട് ലക്ഷ്യം തെറ്റാതെ അമ്പ് പായിക്കാൻ സമർത്ഥനായ പൃഥ്വിരാജ് ചൗഹാനെ കുറിച്ച്. ആ ജന്മോ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകൻ ആനന്ദ് കൃഷ്ണൻ. തളരില്ല അവൻ. ഒരു വെയിലത്തും വാടാത്ത രീതിയിൽ ആത്മവിശ്വാസം കൊടുത്ത് വളർത്തിയതാ അഖിലാണ്ടേശ്വരി മക്കളെ. അതുകൊണ്ട് തന്നെ കണ്ണുകളില്ലെങ്കിലും അവന്റെ ബിസിനസ് നീക്കങ്ങളെ ഭയക്കണം. അവന്റെ ഉൾക്കാഴ്ചയെ ബിസിനസ് ലോകം ഭയക്കും. അവനിപ്പോ ശത്രുവായി നിൽക്കുന്നത് നാഗമടത്തുകാരി മാത്രമല്ലല്ലോ, സ്വന്തം അമ്മയായ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി കൂടിയല്ലേ? അതെ, അതാണ് പറയുന്നത്. പ്രത്യക്ഷത്തിലുള്ള യുദ്ധം അമ്മയും മകനും തമ്മിലാണെന്ന്. മകൻ അമ്മയ്ക്ക് നേരെ ആയുധമെടുക്കുമ്പോൾ ഏതമ്മയുടെയും പകുതി ബലം ചോർന്നു പോവും. അപ്പോ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ഒളിഞ്ഞു നിന്ന് ബാലിയെ വീഴ്ത്തിയതുപോലെ നമ്മൾ മറഞ്ഞു നിന്ന് ആയുധം എറിയും. അല്ല പ്രിയങ്കേ, എങ്ങനെയോ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അംബാസിഡറായി എന്നതൊഴിച്ചാൽ ആ കല്യാണിക്ക് പാചകമല്ലാതെ വേറെ എന്തു കുന്തോ അറിയുന്നേ? ഈ ബിസിനസിന്റെ ABCD പോലും അറിയാത്ത ഇവൾ എങ്ങനെയാ ആനന്ദിനെ ബിസിനസ്സിൽ സഹായിക്കുന്നേ? അവിടെയും ആന്റിക്ക് തെറ്റി. കണ്ണില്ലാത്ത ആനന്ദിന് കണ്ണുകൾ അവളാ കല്യാണി. അവളുടെ കണ്ണുകൾക്ക് ആകാശം മുട്ടെ പറക്കുന്ന പരുന്തിന്റെ കാഴ്ചശക്തിയാ. കൊക്കിലൊതുങ്ങുന്നതൊന്നും മിസ്സാക്കില്ല അവള്. ആ പാറി പറക്കുന്ന പരുന്തിനെ എയ്ത് വീഴ്ത്താനുള്ള ശരം തൊടുത്തു കഴിഞ്ഞു ഞാൻ. ആ പരുന്ത് ആകാശത്ത് തായം പിടിക്കുമ്പോ ലക്ഷ്യം പിഴയ്ക്കാതെ എയ്ത് വീഴ്ത്തി ഞാൻ. ഗംഗേ, നീ അത് ചെയ്യും. എനിക്കത് ഉറപ്പാ. ചെയ്യണം. പ്രിയങ്കെ, കാർ ഞാൻ കുറച്ച് ദൂരെ ഇട്ടിരിക്കുന്നെ. ഞാൻ വന്നതിന് എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ.
ഇല്ലില്ല. ആ, നാളെ തന്നെ എത്തും. ആ, അതെ അതെ, നാളെ തന്നെ എത്തുന്നേ. ആ, പിന്നെ ചെക്കായിട്ട് മതി കേട്ടോ. ശരി ശരി, ഓക്കെ, താങ്ക്സ്. ഗുഡ് നൈറ്റ്. നമ്മുടെ പ്രോഡക്റ്റിന് നല്ല ഓർഡർ വരുന്നുണ്ടല്ലേ? ഉണ്ട് കല്യാണി. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് ഒരു വണ്ടിയല്ലേ ഉള്ളൂ. മാത്രമല്ല ആവശ്യത്തിനുള്ള സ്റ്റാഫുകളും ഇല്ലല്ലോ. ഒരുപക്ഷെ ഇത്രയും തുച്ഛമായ വിലയ്ക്ക് പ്രോഡക്റ്റ് കൊടുക്കുന്നത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ വലിയ? ആദ്യം മാർക്കറ്റിൽ ഒരു ചലനം ഉണ്ടാവട്ടെ, അതിനുശേഷം നമുക്ക് സ്റ്റാഫുകളെയൊക്കെ കൂട്ടാം. അതെ, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒപ്പം എത്തിയില്ലെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്നൊരു സമയം ഉണ്ടാവും. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയതിന്റെ ഗുണം കല്യാണിക്ക് ഉണ്ടിപ്പോ. കല്യാണി, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരു വടവൃക്ഷമാണ്. നമ്മളേത് ഒരു കുമിൾ ചെടിയാ. ആ വൻമരത്തിന്റെ തണൽ ചേർന്ന് നിൽക്കാന്നല്ലാതെ അതിനൊപ്പം വളരാന്ന് സ്വപ്നം പോലും കാണണ്ട. അല്ലെങ്കിലും എനിക്ക് അറിയാൻ വലിയ ബിസിനസ്സിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും അമ്മയെ തോൽപ്പിച്ചൊന്ന് നേടാൻ ഈ മകൻ ആഗ്രഹിക്കില്ലെന്ന് എനിക്കറിയാലോ. കല്യാണി, നമ്മളും കൂടി റൂട്ടിൽ ഇറങ്ങേണ്ടി വരും. കാരണം ഒരു വണ്ടി കൊണ്ട് പ്രോഡക്റ്റുകൾ കൃത്യസമയത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. വല്യുഞ്ഞേ, ഏതായാലും സ്കൂളില്ലല്ലോ, ഞാനും കൂടെ വരാം. ആ, വണ്ടി പിടിച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്ത് സാധനങ്ങൾ ഞാനും എത്തിക്കാം. ആ, അനിയൻകുട്ടാ, എന്താ? എന്നിട്ട് വേണം ബാലവേലയ്ക്ക് കൂടി എനിക്കെതിരെ കേസെടുക്കാൻ. മാത്രമല്ല ഒരു കളക്ടറെ കൊണ്ട് കമ്പനി സ്റ്റാഫുകളുടെ ജോലി ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞ അത് വലിയ മോശമല്ലേ? വല്യുഞ്ഞേ പ്ലീസ്, ഞാനും കൂടെ വരാം. നീയേ നന്നായിട്ട് പഠിച്ച കളക്ടർ ആയാൽ മതി. ബിസിനസ് ഒക്കെ ഞാനും നിന്റെ ചേച്ചിയും കൂടെ ചെയ്തോളാം. ദാസേട്ടനെ അറിയണ്ട, നീ ഇവിടെ നിന്നാ നിന്റെ പഠിത്തം ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാ ഓപ്പോളമ്മ പോയിരിക്കുന്നത്. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്നാ ഞാൻ ചെന്ന് രണ്ടുപേർക്കും ഓരോ ചായ എടുത്തിട്ട് വരാം. നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കും. വേണ്ട 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 വേണ്ട, നീ പോയിരുന്ന് പഠിക്കാൻ നോക്ക്.